നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിൻ്റെ പെരുമാറ്റ രീതിയിൽ മാറ്റം വന്നെന്നും രാഷ്ട്രീയത്തിൻ്റെ നിലവാരം ഇടിഞ്ഞെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ടാണ് ഇത്ര വിദ്വേഷത്തോടെ പെരുമാറുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പ്രവേശനത്തിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത്. ഇതിനുശേഷം രാഷ്ട്രീയത്തിൻ്റെ നിലവാരം ഇടിഞ്ഞു എന്നും അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായുള്ള പാർലമെന്റ് ബഹിഷ്കരണത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും. പാർലമെന്റിൽ നിന്ന് പുറത്തുപോകാൻ അവർ ഒഴികഴിവുകൾ കണ്ടെത്തുകയാണ്. നേരത്തെ ബഹിഷ്കരണത്തിന് കാരണമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ബഹിഷ്കരണം പോലും കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ 1.5 മണിക്കൂർ തുടർച്ചയായി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ആ ജനവിധി നൽകിയതിനാലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. നിങ്ങൾ നരേന്ദ്രമോദിയല്ല, ഭരണഘടനാ സംവിധാനത്തെയാണ് അവഹേളിക്കുന്നത് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ ഞങ്ങൾ സുരക്ഷിതമായ സീറ്റുകൾ സ്വന്തമാക്കിയെന്നും അമിത്ഷാ അവകാശപ്പെട്ടു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ സീറ്റുകൾ ആദ്യ 5 ഘട്ടങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ നേടിക്കഴിഞ്ഞു. 6ാം ഘട്ടം കണക്കാക്കാതെ 300 മുതൽ 310 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്നും അമിത്ഷാ പറഞ്ഞു. ഞങ്ങൾ സുരക്ഷിതമായ സ്ഥാനത്താണ് ഉള്ളത്. 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡുമായി ശക്തമായ പോസിറ്റീവ് അജണ്ടയുമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ ജനങ്ങളെ സമീപിച്ചത് എന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ജൂൺ മാസം 1-ാം തീയതി അടുത്തയാഴ്ച യോഗം ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനും ഫലപ്രഖ്യാപനത്തിനും ശേഷം സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യാനാണ് യോഗം. അടുത്ത സർക്കാർ രൂപവൽക്കരണം സംബന്ധിച്ചും സഖ്യകക്ഷികളുടെ യോഗത്തിൽ ചർച്ച നടന്നേക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ അറിയിച്ചു. രാജ്യത്ത് അവസാനഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ യോഗം. 28 പാർട്ടികളാണ് സഖ്യത്തിൽ ഉള്ളത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹി മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 2-ന് തീഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോകണം. ഇതുകൂടി കണക്കിലെടുത്താണ് ജൂൺ 1-ന് യോഗം ചേരുന്നത്. ജൂൺ 4-ന് ഫലം വരുന്ന ദിവസം ഇന്ത്യ സഖ്യം തകരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളെയും എംപിമാരെയും BJP ലക്ഷ്യമിടുമെന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഫലം വന്നതിന് ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും എംപിമാരെയും ഒന്നിച്ച് നിർത്തുന്നതിനുള്ള നടപടികളായിരിക്കും ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യുക. വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും. BJPക്ക് 230 സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ രൂപവൽക്കരണത്തിന് അടിയന്തരമായി നടത്തേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗം വിലയിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 19-ന് ആരംഭിച്ച വോട്ടെടുപ്പ് ജൂൺ 1-ന് 7ാം ഘട്ടത്തോടെ അവസാനിക്കും. അന്തിമഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളും, പഞ്ചാബിൽ 13, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ പ്രദേശ് 4, ഝാർഖണ്ഡ് 3, ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലും ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് വിധിയെഴുതുക. ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു.